ഹായ് ഗായ്സ്, ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബോബി ചെമ്മണ്ണൂർ അങ്ങനെ ആ വലിയൊരു പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ജയിൽ മോചിതനായി എന്നൊരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ടായി. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. വലിയ മുൻകരുതലോട് കൂടിയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ സംഘം രാവിലെ 8 മണിയോടെ ഇവിടെ എത്തിയത്. വലിയ മുൻകരുതലോടുകൂടി കാക്കനാട് ജയിലിൽ വെച്ച് ഇന്ന് ജനുവരി 15-ാം തീയതി അദ്ദേഹം ജയിൽ മോചിതനാവുക. നമ്മൾ അദ്ദേഹത്തിന്റെ ഫാൻസായിട്ടൊന്നുമല്ല, അദ്ദേഹം ജയിലിൽ ഇറങ്ങി വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. ഇതിനെ തുടർന്ന് അവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വ്യത്യസ്തമായ കാര്യമാണ്. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് കഴിയില്ല എന്നത് ഇതിലെ ഏറ്റവും വലിയ അത് അറിഞ്ഞു നിൽക്കേണ്ടത് ഒരു സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ നിന്ന് എന്തുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല എന്ന് സത്യവാങ്മൂലം അവർ തിടുക്കപ്പെട്ട് തയ്യാറാക്കിയതായ സത്യവാങ്മൂലത്തെ ഓടിച്ചത് റോഡിലേക്ക് റോഡിൽ നിൽക്കുകയായിരുന്നു അഭിഭാഷകൻ. റോഡിലേക്ക് ഓടിപ്പോയി അഭിഭാഷകനെ കൊണ്ട് കൈവെള്ളയിൽ വെച്ച് തന്നെ ആ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിട്ട് തിരികെ ജയിലിലേക്ക് കൊണ്ടുകൊടുത്തു. ആ പേപ്പർ കൊടുത്തതിന് 5 മിനിറ്റിന് ശേഷം ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. ആ ഇറങ്ങിയ ബോബി ചെമ്മണ്ണൂരാണ് വിവാദമായ ആ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000 10,000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം. കോടതി ലക്ഷ്യമല്ലല്ലോ, പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നൊരു സാധാരണക്കാരാണ് അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന്റെ സംഘം സജ്ജമാക്കിയിരുന്നത്. അദ്ദേഹം ഇവിടെ നിന്ന് പോയി പിന്നീടാണ് വലിയൊരു നാടകം ഈ ജയിൽ പരിസരത്ത് ഉണ്ടായത്. ജയിൽ വിട്ടതിന് ശേഷമാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംഘാംഗങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആരാധകരും ഇവിടേക്ക് എത്തിയത്. അവർ ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യം ലഭിച്ചതിന്റെ സന്തോഷ സൂചകമായി പടക്കം പൊട്ടിക്കാനൊക്കെ തുടങ്ങി. പോലീസ് അത് മാലപ്പടക്കം വാങ്ങുകയും ചെയ്തു. സപ്പോർട്ടീവായിട്ട് പടക്കം പൊട്ടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളും ചെയ്യണമെന്നില്ല, നമുക്ക് നിർബന്ധമില്ല. ഒരാൾ പുറത്തിറങ്ങുക എന്നുമുണ്ട്, അതിനുവേണ്ടി ഇഷ്യൂസ് ഉണ്ടാക്കിയാൽ അത് അവർക്ക് തന്നെയാണ് ഒരിക്കലും പാടില്ല എന്റെ ഞങ്ങൾ ഇതിനു മുമ്പ് പ്രസ്താവന നടത്തിയതാണ്. മാലയിട്ട് പടക്കം പൊട്ടി സ്വീകരിക്കുന്നത് ബോച്ചെ ജയിലിറങ്ങിയ സന്തോഷം ഞങ്ങൾ എവിടെയാണെങ്കിൽ അവരെ ഇറങ്ങിയതിന്റെ ആ അതിന്റേതായ കുറെ സന്തോഷത്തിന്റെ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക, ജയില് പോലെ സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ? അപ്പൊ പിന്നെ പൊതുജന ഞാൻ അസോസിയേഷൻ ആണ്, ഞങ്ങളുടെ നേതാവിനായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? നാളെ വേറൊരാള് പടക്കം ഞെത്തിന് പകരം ഞാൻ ചെറിയ ബോംബ് പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റും? തങ്ങൾ പടക്കം പൊട്ടിച്ചോളാം, അദ്ദേഹത്തിന് മാലയിട്ട് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് ഒരു മണിക്കൂറോളം നാടകം തന്നെയായിരുന്നു. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകരും പിന്തുണക്കാരും ചേർന്ന് നടത്തിയത്. പോലീസിന്റെ സംഘർഷമായ ഇടപെടൽ മൂലം അത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഇവിടെ നടത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അവർ തൃശ്ശൂരെത്തി ഇതൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ കാട്ടുകൂടിലാണ് ബോബി ചെമ്മണ്ണൂരിന് ഇപ്പോൾ തിരിച്ചടിയായി വന്നിരിക്കുന്നത്. കൊച്ചി. അത് ശരി തന്നെ. ഇത്തരത്തിലുള്ള കേസുകൾക്ക്, ഇത്തരത്തിലുള്ള ജയിൽ മോചിതർക്ക് അതിൻ്റെതായ ഭവിഷ്യത്തുകളുണ്ടാവും, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. എല്ലാം സോൾവ് ചെയ്യുന്നിടത്ത് പുതുത് തുടങ്ങാൻ വേണ്ടിയല്ല ഒരാൾ അകത്ത് പോയി തിരിച്ചു വരുന്നത്. എല്ലാം പ്രകൃതിക്ക് മനസ്സിലാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കണം. പ്രകൃതിയും ഒന്നിച്ചു ചേരുന്ന ഒരു പുതുവർഷമായിരിക്കണം ഇന്നത്തെ കാലം. നമ്മുടെയൊക്കെ ജന്മത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് ഉള്ള കാലത്തോളം നിലപാടുകളുള്ള അന്വേഷണ രീതിയും നിലപാടുള്ള ഐക്കുള്ളിൽ ചാർത്തുകയും ചെയ്യുന്ന നീതിയുടെ വിളയാട്ടം ഈ ലോകത്ത് നടക്കണമെന്നത് പൊതുമനുഷ്യൻ്റെ ആവശ്യമാണ്.
അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തെറ്റുകളെ വലിയ തെറ്റാക്കുന്നതിനെക്കാട്ടി വലിയ വലിയ കുരുതകൾക്ക് വലിയ ശിക്ഷ തന്നെ കൊടുക്കുക എന്നത് നീതിയുടെ ഒരു ബാധകരമായ കാര്യം. അവർ അത് പാലിക്കേണ്ട നീതി തന്നെയാണ്. ആ നീതിയും വിധിയും രണ്ടും രണ്ടാണെന്ന്, രണ്ട് തട്ടിലാണെന്നതും ചിന്തിച്ചുകൊണ്ട് ഈ ഒരു ജയിലിറക്കം, ഇതിലെ തർക്കങ്ങൾ, ഇതിലെ പരാമർശങ്ങൾ, ഇതൊക്കെ വലിയൊരു കുറ്റമായിട്ടൊന്നും ആരും അടിച്ചേൽപ്പിക്കുന്നില്ല. കാരണം ഒരാൾക്ക് എന്തും പറയാമെന്നുള്ള ലൈസൻസ് അവിടെ പാടില്ല എന്നതാണ്. ഒരാളെ എന്തും പറയാം, എന്നാൽ അവിടെ എന്തും പറയാൻ പാടില്ല. ഒരാളെ നമുക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ഇല്ല എന്നത് ഒരു വാണിംഗ് തന്നെയാണ്. ആ വാണിങ്ങിന് വേണ്ടിയിട്ടുള്ള ശിക്ഷ മാത്രമായി കരുതിയാൽ മതി. ഇതൊരു മെസ്സേജാണ്. ഇതൊരു മെസ്സേജായിട്ട് മാത്രം കാണുക. മനുഷ്യ സമൂഹത്ത് ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ടാവും. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിച്ചേക്കാം. അതിനുവേണ്ടി നമ്മൾ അവിടെ വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അതിനൊരു സൊല്യൂഷൻ നിർണായം നടത്തുക. ആർക്കും അപ്പുറയും ഇപ്പുറയും ഒരു പരാതിയും ഇല്ലാതെ അവിടെയും ഇവിടെയും മുള്ളുകൾ തറക്കാതെ അവർ സ്വയം ഇറങ്ങിപ്പോകുക എന്നത് ആർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. അതാണ് ബോച്ചെ ഫാൻസ് നടത്തിയതെന്ന്. ബോച്ചയ്ക്ക് ഫാൻസ് ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ബോച്ചയ്ക്ക് ഫാൻസ് ഉണ്ട്. ഒരു ബിസിനസ്സിന് ഫാൻസ് ഉണ്ട്, ഒരു സെലിബ്രിറ്റിക്കും ഫാൻസ് ഉണ്ട്. ഈ രണ്ട് ഫാൻസുകൾ തന്നെയാണ്. അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ ഫാൻസ് തന്നെയാണ്, അവരെ ആരാധകർ തന്നെയാണ്. ആ ആരാധകർ പറയുന്നത് കേൾക്കണമെന്നൊന്നും നമുക്ക് നിയമപാലകർ അവർ പറയുന്നത് അനുസരിക്കണമെന്നൊന്നുമില്ല. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ഇഷ്ടമാണ്. ആ നിലപാടൊന്നും ഒരിക്കലും അനുവദിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് അവരെ കൈകാര്യം ചെയ്യാം. അത് നിലപാടുള്ള വ്യക്തി പറയാം. ഹ്യൂമൻ റൈറ്റ്സിൻ്റെ നിലപാടുള്ളവർക്ക് അത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാം. സമൂഹത്ത് എത്തരത്തിലുള്ള ജനങ്ങളുണ്ട്, എത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സാണ് ജനങ്ങളിലുണ്ടാവുക. അപ്പം കാൻഡിഡേറ്റ്സിന് അതിൻ്റേതായ നിലയും വിലയുമുണ്ട്. അത് എല്ലാ സോഷ്യൽ ഇൻഫ്ലുവൻസും ചിന്തിക്കേണ്ട തീരുമാനം കഴിഞ്ഞു. ഇനി പ്രതികാര ബുദ്ധിയല്ല, ഇനി ന്യായബുദ്ധിയാണ് വേണ്ടത്. ഏത് ആൺ പെൺ വ്യത്യാസമില്ലാതെ നീതിയും വിധിയും ഒരുപോലെ ഒറ്റ പോപ്പുലർ രീതിയിൽ കണ്ടെത്താൻ നോക്കണം. അതുകൊണ്ട് നല്ലതാണ്. നമുക്ക് നാളെ ഇതുകൊണ്ടൊരു നന്മ ഉണ്ടായിക്കൂടെ എന്നും ചിന്തിക്കാം. തിന്മയുണ്ടായാൽ അതിനെതിരെ സംസാരിക്കുക തന്നെ വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നന്മയും തിന്മയും വിലയിരുത്തലല്ല, അത് ഇനി അങ്ങോട്ട് ഇല്ലാതാകാനുള്ള ശ്രമമാണ് നമ്മൾ നോക്കേണ്ടത്. ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും അതും ഒരു വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മളെന്നും കാണും, ഒരാളകത്ത് പോകുന്നു, ഒരാൾ പുറത്തു പോകുന്നു. അത്തരത്തിലുള്ളൊരു കേസാണ്. തെറ്റിദ്ധരിക്കപ്പെടുക എന്നത് മനുഷ്യ സമൂഹത്തിൽ ഇല്ലാത്ത കാര്യമൊന്നുമല്ല, എല്ലാ സ്ഥലത്തും ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഇത്രമാത്രം, ഇതാണ് ഹണി റോസിൻ്റെയും ഇവരുടെയും പ്രശ്നത്തിൽ ഉള്ളത്. ബോബി ചെമ്മണ്ണൂർ അതിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹം ശിക്ഷയിൽ നിന്ന് മോചിതനായി എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫോർ എവർ.